ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. Node.js ഡെവലപ്മെന്റിന്റെ തേർഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു Node.jsൽ ഒരു പ്രോജക്റ്റ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് npm init, എങ്ങനെയാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, റൺ ചെയ്യാം, ആ ഒരു രീതിയിലേക്കുള്ള കോഡാണ് ഞാൻ ഒന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് npm init എന്ന് പറഞ്ഞുള്ള കമന്റ് ആണ് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ npm init എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കമന്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ചോദിക്കും പ്രോജക്റ്റിന്റെ നെയിം എന്താണെന്ന്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് പ്രോജക്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യാണ്, പ്രോജക്റ്റ് നെയിം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ പ്രോജക്റ്റിനും ഓരോ വേർഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ വേർഷൻസ് ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ വേർഷൻ തന്നെ ഇവിടെ എൻ്റെ പ്രോജക്റ്റിൽ വരും. എല്ലാം തന്നെ എനിക്ക് വേറെ സ്പെസിഫിക് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുകയാണ്, സംതിങ് ന്യൂ എന്ന് ഞാൻ അടിക്കുകയാണ്. അത് നമുക്ക് ലെങ്ത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, സംതിങ് ന്യൂ. പിന്നെ അതുപോലെ തന്നെ പ്രോജക്റ്റ് നെയിം സ്പെസിഫൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഡാഷ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേർഡിങ് മൾട്ടിപ്പിൾ വേർഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സംതിങ് ന്യൂ എന്ന് അടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത എൻ്റെ എൻട്രി പോയിന്റ് ആണ്. ഈ പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് എൻട്രി പോയിന്റ് അല്ലെങ്കിൽ ഏത് ഫയലിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എൻട്രി പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത് app.js എന്ന് പറഞ്ഞൊരു ഫയൽ നെയിമാണ്. ഓക്കെ, എന്നിട്ട് ഇത് ടെസ്റ്റ് കമൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റ് എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്പോ ആയിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് റെപ്പോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കറന്റ് ഇല്ലാത്തവരെ ജസ്റ്റ് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും കീവേഡ്സ് ഈ പ്രോജക്റ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കീവേഡ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീവേഡ്സ്. അതുപോലെ തന്നെ ഓതർ, ആരാണ് ഓതർ, ആ ഓതറിന്റെ നെയിമാണ് കൊടുക്കാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ നെയിം തന്നെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈസൻസ് ആണ്, ആരെങ്ങനെ ഈ പ്രോജക്റ്റ് യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ലൈസൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. അപ്പോൾ MIT അങ്ങനെ പല രീതിയിലുള്ള ലൈസൻസുകളുണ്ട്. ISC എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ലൈസൻസിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ഓപ്പൺ സോഴ്സ് ലൈസൻസിങ് ISC എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ലീവ് ചെയ്യാണ്. എനിക്ക് അങ്ങനെ ജസ്റ്റ് ബേസിക് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ രീതിയിൽ ചോദിക്കുന്നുണ്ട്, ഇത് ഓക്കെ ആണോ, ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഓക്കെ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതൊരു JSON ഫയൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഓക്കെ ആണോ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോജക്റ്റ് നെയിം ഉണ്ട്, വേർഷൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ എന്ന് ടൈപ്പ് അടിക്കുകയാണ്. യെസ് എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ് കാണാം ഇവിടെ എനിക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു JSON ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എനിക്കതൊരു JSON ഫയലാണ്. ഞാൻ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റ്, വേർഷൻ, സംതിങ് ന്യൂ, മെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഞാൻ ഇവിടെ എൻട്രി ഫയൽ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പോൾ എൻട്രി ഫയൽ എനിക്ക് ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫയൽ നെയിം ടൈപ്പ് ചെയ്യാൻ പോവാണ്, app.js. അതാണ് എൻ്റെ എൻട്രി ഫയൽ. ഓക്കെ, അപ്പോൾ ഈ എൻട്രി ഫയൽ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് console.log മാത്രം അടിക്കുകയാണ്. ശരിക്കും ഇതല്ല നമ്മൾ ചെയ്യാൻ പോകേണ്ടത്. പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ പോർട്ടിംഗ് എല്ലാം കൊടുക്കണം. അത് ഞാൻ കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരായിരിക്കും. ഞാൻ ഇവിടെ സംതിങ് ലോഗ് അടിച്ചിട്ട് ഞാൻ ഇവിടെ മൈ ഫസ്റ്റ് ഫയലിന് മാത്രം അടിക്കുകയാണ്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. ഇനി ഇത് എനിക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ console.log എന്ന് പറയുന്നത് ജസ്റ്റ് ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ടെർമിനലിൽ തന്നെ ലോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ വെറുതെ ഒന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് app.js അടിച്ച് നോഡ് app.js അടിച്ച് കഴിഞ്ഞാൽ അതവിടെ റൺ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് ഫയൽ, ആ സാധനം ഇവിടെ റൺ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. ഇതിന് നമുക്ക് എങ്ങനെ പാക്കേജ് യൂസ് ചെയ്യാം, അതിൽ കൂടുതൽ സ്ട്രക്ചറിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തരുന്നതായിരിക്കും. എൻട്രി ഫയൽ ഇങ്ങനെയല്ല ഈ ശരിക്കും യൂസ് ചെയ്യാം. എൻട്രി ഫയൽ നമ്മൾ ഒരുപാട് പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ആ ഇവൻറ്റ്സ് ഒക്കെ കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു npm initഉം അതുപോലെ പാക്കേജ് JSON എന്ന് പറയുന്നതും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്നായിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അല്ലാതെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർക്കും ഈ വീഡിയോ മനസ്സിലായെന്നായിരിക്കുന്നു.